നമസ്കാരം. പാകിസ്ഥാനിലുണ്ടായ ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്ത്. രണ്ടിടങ്ങളിലായി നടന്ന ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്ക് പറ്റിയെന്നും വിവരങ്ങൾ ഉണ്ട്. ബലൂചിസ്ഥാൻ മേഖലയിലാണ് ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത്. സംഭവത്തിന്റെ ഉത്തരവാദിത്തം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ബലൂജുകളല്ലാത്തവരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടന്നതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. യാത്രക്കാരുമായി പോയ ഒരു ബസ്സിന് നേരെയും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയുമാണ് ആക്രമണം ഉണ്ടായത്. ബലൂചിസ്ഥാനിലെ ഗ്വാദർ ജില്ലയിലുള്ള തീരദേശ മേഖലയായ പസ്നിയിലാണ് ആദ്യത്തെ ആക്രമണം നടന്നത്. 1 ഡസനോളം വരുന്ന തീവ്രവാദികൾ ബസ് തടഞ്ഞു നിർത്തി നാട്ടുകാരല്ലാത്തവരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയായിരുന്നു. ഈ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം എന്ന ആവശ്യം ഉന്നയിക്കുന്നവരാണ് BLA. സുരക്ഷാ ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ട് ആക്രമണം നടന്നത് ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ തലസ്ഥാനമായ ക്വറ്റയിലാണ്. പോലീസ് വാഹനത്തിന് സമീപം ബൈക്കിൽ ഘടിപ്പിച്ചിരുന്ന IED പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഈ സ്ഫോടനത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും 17 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് പ്രാദേശികമായി ലഭിച്ച വിവരം. 2 ആക്രമണങ്ങളിലുമായി മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തൽ. അതേസമയം പാകിസ്ഥാനിൽ BLA തുടർച്ചയായി സൈനികരെയും ബലൂച്ച് ഇതരരെയും ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണ പരമ്പരകൾ വർദ്ധിക്കുന്നത് ഭരണകൂടത്തിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. ഈ മാസം ആദ്യമാണ് പാകിസ്ഥാനിൽ ജാഫർ എക്സ്പ്രസ് എന്ന ട്രെയിനിലെ യാത്രക്കാരെ ബന്ദികളാക്കുകയും വധിക്കുകയും ചെയ്തത്. BLAക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകുന്നത് ഇന്ത്യയാണെന്ന് പാകിസ്ഥാൻ നേരത്തെ ആരോപിച്ചിരുന്നു. എന്നാൽ ഈ ആരോപണത്തെ ഇന്ത്യ തള്ളിയിരുന്നു.